2011 ഈ ഒരു കൊല്ലം എല്ലാ ടെക് ഫാൻസിനും അതോടൊപ്പം ആപ്പിളിനും കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നുള്ള സ്റ്റീവ് ജോബ്സിൻ്റെ മരണമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മരണം കൊണ്ട് ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വലിയ കപ്പലിൽ ഏറ്റവും വലിയ കപ്പിത്താനാണ് മിസ്സായത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ സ്റ്റീവ് ജോബ്സ് ഏറ്റവും റെവല്യൂഷനായ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സക്സസ് ബിൽഡ് ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ഫാൻ ബേസും കൂടെ സ്റ്റീവ് ജോബ്സ് ആ ഒരു സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, സ്റ്റീവ് ജോബ്സിൻ്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആപ്പിൾ എന്ന കമ്പനിയിൽ ഇല്ലാതിരുന്നത് കോൺഫിഡൻസ് ആയിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും പേടിയായി, മീഡിയക്ക് എല്ലാവർക്കും ആരാണ് അടുത്തതായിട്ട് വരാൻ പോകുന്ന കപ്പിത്താൻ എന്നുള്ള സംശയമായി. അതോടൊപ്പം തന്നെ യൂസേഴ്സിന് പോലും ആപ്പിൾ ഇനി ഉണ്ടാകുമോ എന്ന് വരെയുള്ള ടെൻഷനായിരുന്നു മുഖത്ത് വന്നിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു കാം ഫേസ്, ചെറിയ പുഞ്ചിരിയായിട്ട് ഒരു സ്റ്റേജിൽ ഇന്നേ വരെയും കറക്റ്റായിട്ട് നിന്ന് ഒരു കംപ്ലീറ്റ് കീനോട്ട് പോലും പ്രസൻറ്റ് ചെയ്യാതെ ഒരാൾ കടന്നു വന്നു. മിസ്റ്റർ ടിം കുക്ക്. യെസ്, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ബിൽഡ് ചെയ്യാനുണ്ടായ ഒരു കോ ഫൗണ്ടർ മാത്രമായിരുന്നില്ല സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. ആ ഒരു കമ്പനിയുടെ സോളായിരുന്നു സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്നാപ്പ് ഓഫ് എ സെക്കൻഡ് കൊണ്ട് ആ ഒരു വ്യക്തിയുടെ മരണം ലോകത്ത് എല്ലാവർക്കും ഉണ്ടാക്കിയ ഷോക്ക് തന്നെയായിരുന്നു ആപ്പിളിനും ഉണ്ടാക്കിയത്. ആ ഒരു സമയത്ത് ആ ഒരു കമ്പനിയെ പിടിച്ചു നിർത്തിയത് ആ ഒരു കമ്പനിയുടെ CEO ആയി വന്നിരുന്ന ടിം കുക്ക് ആയിരുന്നു. ടിം കുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ കുറേ പേര് വിമർശിക്കാറുണ്ട്, ഇപ്പോഴും പല ആൾക്കാരും ട്രോള് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഹൂ ഈസ് ടിം കുക്ക് എന്നറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ കാണുന്ന ഏകദേശം $4 ട്രില്യൺ വാല്യൂ കമ്പനിയാക്കി ആപ്പിളിനെ മാറ്റിയത് ഈ ഒരു വ്യക്തിയാണ്. സോ ദിസ് ഈസ് 7 days, 7 chapters, 1 story. This is your Ebin Xavier.